ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ റീഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ, മനോഹരമായിട്ടുള്ള ബന്ധം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു മാനസിക അകൽച്ച ഉണ്ടാകുന്നതിന് കാരണമായത് ഒരു ബ്ലാക്ക് മാജിക് ആണോ? നിങ്ങൾ തമ്മിൽ കടുത്ത മാനസിക വിഷമം നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു മൗനത്തിന്, അകൽച്ചയ്ക്ക് കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പം അതിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോട്ടുള്ള ഭാവി എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റിവിറ്റി ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത്. അതുപോലെ ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതായത് നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങൾക്കിടയിലും ഇപ്പോൾ സംഭവിക്കുന്ന ആ ഒരു മൗനം അല്ലെങ്കിൽ ആ ഒരു അകൽച്ചയ്ക്ക് കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. കുറച്ച് കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങൾക്കും ഇടയിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങളെ രണ്ടുപേരെയും തകർക്കാനായിട്ട് ശ്രമിക്കുന്ന രണ്ടുപേരുടെയും ബന്ധം തകർക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് അടുത്തുകൂടി സ്നേഹം നടിച്ച് പല രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആവാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ ലവറാവാം. അതായത് നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്കുണ്ടായതായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബന്ധമാണ്. അവിടെ നിങ്ങളെക്കുറിച്ച് വൃത്തികെട്ട രീതിയിലുള്ള സംസാരം, നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംസാരമൊക്കെ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാവാം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാവാം, ഹസ്ബൻഡിൻ്റെ സഹോദരിയാകാം, സഹോദരനാവാം. ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടുതൽ. ലവറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം എൻഡ് ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചില വ്യക്തികൾ, അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പാര വയ്ക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കാർഡ് പറയുന്നത്. അതായത് നമ്മളോട് അടുത്തുകൂടി പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്കെതിരായിട്ട് തിരിയുന്ന വ്യക്തികൾ. അപ്പം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു അകൽച്ച വരാൻ കാരണം നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അതിന് ശ്രമിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു ഷിസോഫ്രീനിയ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരവരുടെ വികാരത്തെ അമിതമായിട്ട് നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു വിഭജിക്കപ്പെട്ട മനസ്സ്, നിങ്ങളെക്കുറിച്ച് അവർക്കൊരു സംശയമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളെക്കുറിച്ചൊരു സംശയം വരാൻ കാരണം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതായത് നിങ്ങളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെയുള്ള വ്യക്തികളാണ് അവരോട് മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ സഹോദരങ്ങളാവാം, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാവാം അവരോടൊരു പല കാര്യങ്ങളും പറയുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. കാര്യം അവർ ഇത്രയും നാളും ജീവിച്ച പങ്കാളിയെക്കുറിച്ച് വളരെ മോശം പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു ബന്ധുക്കളായതുകൊണ്ട് തന്നെ അവർക്കും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വൈഫാവാം, ഹസ്ബൻഡാവാം, ലവറാവാം, ആരുമാവാം, അവർ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് മോശക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പല കള്ളത്തരങ്ങളും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകരുതെന്ന് കരുതി നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു ഗിൽറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഷീസോഫ്രീനിയ കാർഡ് വന്നിട്ടുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബ്ലാക്ക് മാജിക്കിലൂടെയൊക്കെ തന്നെയാണ് നിങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു അമ്മായിയമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാണെങ്കിൽ അവർ ഉറ്റ നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. അവരോട് വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് കരുതിയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുപോലെ കടുത്ത മാനസിക സംഘർഷം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധിവരെ ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിക്ക് ആണ് കാരണം. ഇപ്പോൾ അവർ നിങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് കാണാം. നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് അകന്നു, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ ഒരുപാട് അകന്നാണ് ജീവിക്കുന്നത്. കാരണം നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകന്നു കഴിയുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് ശ്രമിക്കുന്നത്. പല കാര്യങ്ങളും ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ഇതിലൊരു മൗനം പാലിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധങ്ങളിൽ പുറമേ കാണുന്ന ഒരു വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് മൊറാലിറ്റി കാർഡ്. അപ്പോൾ അവരെ വിശ്വസിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ വ്യക്തി അവരുടെ കള്ളങ്ങളിൽ വീണു പോയതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പറഞ്ഞു കൊടുത്തൊരു വ്യക്തിയുടെ കള്ളങ്ങളിൽ വീണു പോയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടിയാണ് ഇതിന് പിന്നിൽ നിന്ന് കളിക്കുന്നത്. ഇതെല്ലാം തേർഡ് പാർട്ടി ആണെങ്കിലും അവരെ സ്വന്തമാക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുമാവാം നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ കൂടുതൽ പേരുടെ കാര്യങ്ങൾ തേർഡ് പാർട്ടി കുടുംബമായിട്ടാണ് കാണുന്നത്. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പല മോശപ്പെടുത്തുന്ന കാര്യങ്ങളും പറയുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് അകന്നു കഴിയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയാണ്. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ഇതൊരിക്കലും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല, കൂടെ കഴിയുന്ന വ്യക്തികൾക്ക് തന്നെയാണ്. അതായത് നിങ്ങളുടെ കൂടെ കഴിയുന്ന ഹസ്ബൻഡിനോ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലവറിനോ നിങ്ങളുടെ ബന്ധത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം ഒരു ബ്ലാക്ക് മാജിക്കാണ്. വളരെ രീതിയിൽ മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹം നടിച്ച് പുറമേ നിങ്ങളോട് സ്നേഹം അഭിനയിച്ച് അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾക്കിട്ട് ഈ ഒരു പാരവെപ്പ് നടത്തുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പങ്കാളിക്ക് നിങ്ങളെ വേണ്ട. അതിന് കാരണക്കാരായത് നിങ്ങളുടെ അടുത്ത ആളുകൾ തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം ബ്ലാക്ക് മാജിക് ചെയ്താലും എത്രത്തോളം കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദമൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ സെൽഫ് ലവിന് പ്രാധാന്യം നടത്തി മുന്നോട്ട് പോവുക. ഒരു ഇൻ്റഗ്രേഷൻ്റെ കാർഡുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റുകളൊന്നും നിലനിൽക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. ഈ ഒരു മൗനം താൽക്കാലികമാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് തിരികെ വരും. ഇപ്പോഴവരൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മായാലോകത്തിൽ അകപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം മാറി നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളും നിങ്ങളുടെ ആന്തരിക വ്യഥകളും മാറ്റി നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്നാണ് ഡിവൈൻ ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പം നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങളെ കുഴിവെട്ടി വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഇത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ പുറത്തു നിന്നല്ല, നിങ്ങളുടെ അകത്തു നിന്ന് തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് അകത്തു നിന്നുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ചില കാർഡുകൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മൊറാലിറ്റി കാർഡൊക്കെ വന്നതുകൊണ്ട് തന്നെ, ഒരു ഗിൽറ്റ് കാർഡൊക്കെ വന്നതുകൊണ്ട് തന്നെ
എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില വ്യക്തികളുടെ സ്വാധീനം, അതായത് ഒരു സ്ത്രീയാവാം പുരുഷനാവാം, അവരുടെ ഒരു സ്വാധീനമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് പല എനർജി പറയേണ്ടി വരും. ചില പുരുഷൻ്റെ അല്ലെങ്കിൽ ചില സ്ത്രീകളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ ബന്ധം തകർത്ത് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടിയും ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കരുതെന്ന് കരുതി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ അവർ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു താൽക്കാലിക വിജയമായിരിക്കും. ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഒന്നും അധിക നാൾ നീണ്ടു നിൽക്കില്ല. നിങ്ങളുടെ വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതായിട്ടാണ് ഇൻ്റഗ്രേഷൻ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ റീഡിങ് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു പിന്തുണയാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ലൈഫിലെ ഏറ്റവും വലിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധങ്ങളിലെ കാപട്യം തിരിച്ചറിയുക. നിങ്ങളെ ചിരിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല എന്ന് നിങ്ങൾ കരുതേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും വളരെ അവസരോചിതമായിട്ട് നിങ്ങൾ ഇടപെടേണ്ട ഒരു സമയം കൂടാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പം മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ ആ ഒരു വ്യക്തിയുടെ മിഥ്യാധാരണകളൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ഇത് കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ വീഡിയോസിലൊന്നും എഡിറ്റിംഗ് ഒന്നുമില്ല അധികം. കാര്യം ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ്, ടാരോട്ട് റീഡിങ് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒട്ടും എഡിറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും എനിക്കത് അറിയില്ല ചെയ്യാനായിട്ട്. നമ്മുടെ ചാനലെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പരിധിവരെ വിജയിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാകണം. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോയുടെ കൂടെ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം നന്ദി, നമസ്കാരം.